ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിലാണ്. ഇവിടെ ഒരു മ്യൂസിയം കാണാൻ വന്നിട്ടുള്ളതാണ്, നവാബ് മ്യൂസിയം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇവിടെയൊക്കെ റോഡ് കീറിയിട്ട് പൈപ്പ് ലൈൻ്റെ പണിയിറക്കാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ മൃഗമാണ് ഈ റോയൽ ബംഗാൾ കടുവ. അതാണ് ഈ രണ്ടെണ്ണം. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് ഇവിടുത്തെ കടകളൊക്കെ ലീവാണ്. അപ്പം ഇന്ന് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അഹ്സൻ മൻസിൽ മ്യൂസിയം എന്ന് പറയും. അതിന് നവാബ് പാലസ് എന്ന് പറയും. അപ്പോൾ അത് കാണാനാണ് ഇന്ന് പോകുന്നത്. ഒരാൾക്ക് 40 ധാക്കയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ നമ്മൾ മ്യൂസിയം കാണാൻ അകത്തേക്ക് കയറാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് ബാഗൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് സൂക്ഷിക്കുന്ന ഒരു സ്റ്റോർ റൂമാണിത്. നമുക്കൊരു ടോക്കൺ നമ്പർ തരും അവർ. ഇവിടെ വ്യാഴാഴ്ച ലീവാണ്. വെള്ളിയാഴ്ച 3 മണി മുതൽ 7:30 മണി വരെയാണ്. മറ്റുള്ള ദിവസങ്ങളിൽ രാവിലെ 10:30 മുതൽ 5:30 വരെ. അപ്പോൾ ഞാൻ കാണാൻ പോകുന്നത് അഹ്സൻ മൻസിലാണ്. കൽക്കട്ടയിലെ ധാക്കയിലുള്ളൊരു മ്യൂസിയം. സോറി, കൽക്കട്ടയിലല്ല, ബംഗ്ലാദേശിലുള്ള. ഇതിനെപ്പറ്റി ഒരു പൊതു വിശദീകരണം ഞാൻ തരാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ധാക്കയിലുള്ള ബുരിഗംഗ നദിയുണ്ട്. ആ നദിക്ക് സമീപം കുമാർത്തോളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്ന് സ്ഥിതി ചെയ്യുന്നൊരു കൊട്ടാരാണ് ഇത്. ഇത് മുമ്പ് ധാക്കയിലെ നവാബിൻ്റെ വസതിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതൊരു പഴയ ധാക്ക പൈതൃക സൈറ്റായിട്ട് ആക്കിയിട്ടുണ്ട് ഇത്. കൂടാതെ ഇതൊരു ഇപ്പം മ്യൂസിയമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഉള്ളത്. അപ്പോൾ ഇതാണ് മ്യൂസിയത്തിലേക്ക് കയറാനുള്ള മെയിൻ എൻട്രൻസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ അങ്ങനെ കണ്ടുപോവാം. എനിക്ക് പൊതുവേ മ്യൂസിയത്തിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ഫേമസ് മ്യൂസിയമാണ്. ബംഗ്ലാദേശിൽ വന്നിട്ട് കണ്ടിട്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പിന്നെ അങ്ങനെ നിയമം വലിയ സ്ട്രിക്റ്റ് ഒന്നുമില്ല. നമ്മളെ ഇന്ത്യ പോലെയൊന്നും പ്രശ്നങ്ങളുമില്ല. വേറെ പല സ്ഥലങ്ങളിലും ഫോട്ടോ എടുക്കരുതെന്നൊക്കെ ഇരിക്കുന്നു. സ്റ്റാഫ് അതിനൊന്നും എതിരൊന്നും പറയുന്ന കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ എവിടെയും എതിര് പറയില്ലാതെ തോന്നുന്നു. പഞ്ചാബിലൊക്കെ ഉണ്ട് ഒരു മ്യൂസിയം, ഒരു പാർട്ടീഷൻ മ്യൂസിയം. അവിടെ നിന്ന് അനങ്ങാൻ സമ്മതിക്കില്ല അവർ. അപ്പോൾ നമുക്ക് ഓരോന്നങ്ങനെ കണ്ടിട്ട് അങ്ങനെ പോകാം. പറ്റിയാൽ വിശദീകരിച്ച് തരുകയും ചെയ്യാം. ചിലതിനെ പറ്റിയിട്ടൊക്കെ അമ്മ എഴുതി വെച്ചിട്ടുണ്ടാവും, എല്ലാ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്നിവിടെ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ഇത്ര അധികം തിരക്കുണ്ടാവാൻ കാരണം എന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങളിതിങ്ങനെ കണ്ടോളി കേട്ടോ. ഞാൻ ഇതിൻ്റെ ചെറിയ ചരിത്രം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത് 1859 അങ്ങനെ ഇത് പൂർത്തിയായിട്ടുള്ളത് 1872 ഇപ്പോൾ ഇത് ബംഗ്ലാദേശ് നാഷണൽ മ്യൂസിയം ഉടമസ്ഥയിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. മുമ്പ് ഇത് ഉണ്ടാക്കിയിരുന്ന കരാറ് ബ്രിട്ടീഷുകാരുടെ കാലത്തായിരുന്നല്ലോ ഉണ്ടാക്കിയത്. മാർട്ടിൻ ആൻഡ് കോ എന്ന് പറഞ്ഞ ഒരു കമ്പനിക്കാരാണ് അത് ഉണ്ടാക്കിയിരുന്നത്. മുമ്പ് ഇതിൻ്റെ പേര് രംഗമഹൽ എന്ന്. ഇപ്പോൾ ഇതിന് അഹ്സൻ മൻസിൽ എന്നറിയും.
പിന്നെ നവാബ് പാലസ് എന്നും പറയും, കാരണം മുമ്പ് നവാബിൻ്റെ വസതിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അഹ്സൻ മ്യൂസിയം എന്ന് പറഞ്ഞാലാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ ഇപ്പം തിരിയുക. ഏത് കെട്ടിടങ്ങൾക്കും ഒരു വാസ്തുവിദ്യാശൈലി ഉണ്ടാവും. ഇതിൻ്റെ വാസ്തുവിദ്യാശൈലി ഇൻഡോ സരാസനിക് റിവൈവൽ ആർക്കിടെക്ചറൽ വാസ്തുവിദ്യയാണ് ഇതുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുമാർത്തോലി ഈ ബുരിഗംഗ നദിക്ക് സമീപത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ആനക്കൊമ്പാണ്. അതിനെപ്പറ്റി വിശദീകരിച്ചിട്ടൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. കുറേ സാധനങ്ങളുണ്ട്. ഏതായാലും ഇവിടെ എനിക്ക് പൊതുവെ മ്യൂസിയം വലിയ താല്പര്യമില്ലാത്ത ആളാണ്, ഞാൻ പമ്പേ പറയലുണ്ട്. ഇത് 3 തട്ടായിട്ടാണത്. ഇപ്പോൾ ഏകദേശം ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കയറണം. ഇതൊക്കെ കോണികളാണ്. പല സ്ഥലങ്ങളിലും ഇങ്ങനെ പല മോഡലിലുള്ള കോണികളുണ്ട്. ഇതൊക്കെ ഒരു മരത്തിൻ്റെ കോണിയാണ്. ഇങ്ങനെ 2 സൈഡിൽ നിന്ന് കയറിയിട്ട് സെൻറ്ററിലൂടെ അങ്ങോട്ട് മുകളിലേക്ക് കയറുന്ന മോഡലുള്ള സ്റ്റെയറാണ് ഇവിടെ ഉള്ളത്. ചുമരുമലൊക്കെ വെച്ചിട്ടുണ്ട്. പല സാധനങ്ങളുണ്ട് ഇവിടെ. ഇതൊക്കെ ഉണ്ടല്ലേ, ചുമരുമ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് വിദേശികളെ കാണുന്നുണ്ട്. പൊതുവെ വിദേശികൾ വളരെ കുറവാണ്. നമ്മളെ കേരളക്കാർ ഇതുവരെയായിട്ടും കണ്ടിട്ട് തന്നെയല്ലേ. ഞാൻ ഒരു ചൈനക്കാരത്തി ഇതിലേ പോകുന്നുണ്ട്, ഉണ്ടല്ലേ. ഇവിടെ ചൈനക്കാരത്തിയാണ്. ഇതിന് മുമ്പുള്ള ചെറിയൊരു ചരിത്രമുണ്ട്. അത് നമ്മളെ മുഗൾ സാമ്രാജ്യകാലത്ത് ജമാൽപൂർ പർഗാനിയിലെ ജമീന്ദർ ഷെയ്ഖ് അനായത്തുള്ളക്ക് ഈ വസ്തുവിലൊരു പൂന്തോട്ട വീടുണ്ടായിരുന്നു, ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു കൊട്ടാരം ഇതിനൊപ്പം കൂട്ടിച്ചേർത്ത് അങ്ങനെ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ ആ രംഗമഹൽ എന്ന് പേരുണ്ടാക്കിയതിന്. അങ്ങനെ കൊട്ടാരമുറ്റത്തിൻ്റെ വടക്കുകിഴക്കൻ മൂലയിലാണ് ഇദ്ദേഹത്തിനെ മറവ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലം മരിച്ച ആ ഭാഗം നശിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ടായിരുന്നു ഷെയ്ഖ് മത്തിയുള്ള. അദ്ദേഹം ഫ്രഞ്ച് വ്യാപാരികൾക്ക് ഈ സ്ഥലത്തിന് മൊത്തമായിട്ട് വിറ്റു. അങ്ങനെ അവരുടെ ഈ വസ്തുവിന് സമീപം ഒരു വ്യാപാര ഭവനം സ്ഥാപിച്ചു. അങ്ങനെ 1839 ഖാജ അലീമുള്ള ഫ്രഞ്ചുകാരിൽ നിന്ന് ഈ സ്ഥാനം തിരിച്ചിങ്ങോട്ട് വാങ്ങി. അങ്ങനെ അലീമുള്ള ഈ വസ്തു വലുതാക്കി വ്യാപാരവനത്തെ ഒരു താമസസ്ഥലമാക്കിയിട്ട് മാറ്റി. പിന്നെ ഒരു ഫാമിലി മസ്ജിദ് ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഖാജ അബ്ദുൽ ഗനി അവരുടെ മകനായ ഖാജ അഹ്സനുള്ളയുടെ പേരിൽ ഈ സ്വത്തിന് അഹ്സൻ മൻസിൽ എന്ന് പേരിട്ട്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനിക്കാരുണ്ടല്ലോ, മാർട്ടിൻ കമ്പനി ഇവിടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. അങ്ങനെ 1859 1872 കാലഘട്ടത്തിലാണ് ഈ കൊട്ടാരം പണിതത്. ഇവിടുത്തെ പഴയ കെട്ടിടത്തിന് അന്തർമഹൽ എന്നും ഈ പുതിയ കെട്ടിടത്തിന് രംഗമഹൽ എന്നും പിന്നെ അങ്ങനെ പുതിയ പേരും എടുത്തു. പഴയ ബ്രിട്ടീഷുകാരെ കൂടി എന്നിട്ടുള്ള ഒരു കുടുംബ ഫോട്ടോ ഉണ്ട് ഇവിടെ. ഇവിടെ കുറച്ച് യൂറോപ്യന്മാർ കാണുന്നുണ്ട്. ഫ്രഞ്ചുകാരെ കാലത്തുള്ള ഇതാണെന്നുണ്ട്. ബില്യാർഡ് കളീൻ്റെ ടേബിളൊക്കെ കാണുന്നുണ്ട്. പിന്നെ പുറമേയൊക്കെ ചുമരുമരൊക്കെ നമ്മളെ മാനിൻ്റെ തല കാണുന്നുണ്ട്, മാനിൻ്റെ കൊമ്പ് ഉണ്ടല്ലേ, എല്ലാ ഭാഗത്തും ഉണ്ട്. ആയിരത്തി 1985 ബംഗ്ലാദേശ് ഗവൺമെൻറ് ഈ കൊട്ടാരം സ്വത്തുക്കളും ഏറ്റെടുത്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഘടന സംരക്ഷിക്കും ഒക്കെ ചെയ്ത് പിന്നെ പുതുക്കി പണിയാൻ തുടങ്ങി. അങ്ങനെ 1992 ഇതിൻ്റെ നവീകരണം പൂർത്തിയായി. അങ്ങനെ ഉടമസ്ഥാവകാശം ബംഗ്ലാദേശ് നാഷണൽ മ്യൂസിയത്തിലേക്ക് മാറ്റിയത്.
ഇവിടെ വലിയ ഖജനാവൊക്കെ ഉണ്ട്. ഇവിടുത്തെ ആ നേതാക്കന്മാരുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇവരുടെ ഒരു കുടുംബ പേര് കംപ്ലീറ്റ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ അങ്ങനെ വന്ന് ഓരോരുത്തർ അതിൻ്റെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ അങ്ങനായിട്ട് ഇവരുടെ ഒരു തലമുറ കംപ്ലീറ്റ് ഇതിലുണ്ട്. ഒഴിഞ്ഞ് ഒക്കെയാണ് ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കുന്നത്. ഇപ്പോൾ സമയം തീരില്ല. വലിയൊരു ബോർഡിലാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവർ. ഇവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട്. പലവിധ പാത്രങ്ങൾ പൊതുവെ ഈ മ്യൂസിയത്തിൽ കണ്ടമാനം പാത്രങ്ങളുണ്ടാവും ഭക്ഷണം കഴിച്ചതിന്. ഇത് ഇതിൻ്റെ ലാസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഇനി അങ്ങനെ കണ്ടുപോകാം. ഞാൻ കുറച്ച് ബംഗ്ലാദേശിൻ്റെ കുറച്ച് ചരിത്രവും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ പറഞ്ഞുതരാം. ഏതായാലും നിങ്ങൾ കണ്ടുപോകല്ലേ. ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെക്കൻ ഏഷ്യയിലെ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യയും മ്യാൻമറുമായിട്ടാണ് ഇതിൻ്റെ അതിർത്തി രാജ്യങ്ങളുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിൻ്റെ അതേപോലെ ബംഗാളി വംശജരുടെ ഒരു രാജ്യമാണ് ഈ ബംഗ്ലാദേശ്. ഇന്ത്യ വിഭജനത്തിൽ പാകിസ്ഥാൻ്റെ കിഴക്കൻ പ്രവിശ്യയായാണ് ബംഗ്ലാദേശ് നിലവിൽ വന്നത്. ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം ധാക്ക എന്നാണ്. ധാക്ക എന്നും പറയും, ചിലപ്പോൾ ടാക്ക എന്നും പറയലുണ്ട്. ഇവരുടെ കറൻസിൻ്റെ പേര് ബംഗ്ലാദേശി ടാക്ക എന്നാണ് പറയൽ. ഈ രാജ്യം സ്ഥാപിച്ചത് 1971 മാർച്ച് 26-നാണ്. ഇവരുടെ ഫ്ലാഗ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പച്ച റെക്റ്റാങ്കിളിൽ സെൻട്രലിൽ ഒരു റെഡ് റൗണ്ടിലാണ് ഇവരെ ഫ്ലാഗ് ഉള്ളത്. ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനത്തിൻ്റെ പേരാണ് അമാർ ഷോന ബംഗ്ല, അതായത് എൻ്റെ സുവർണ ബംഗ്ല. അപ്പോൾ അത് നമുക്കൊന്ന് കേൾക്കാം.
എങ്ങനെയുണ്ട്? വല്ലതും തിരിഞ്ഞോ? ഇതാണ് ഇവരുടെ ദേശീയ ഗാനം. ഈ ബംഗ്ലാദേശിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ ഭൂവിസ്തൃതിയും ഉയർന്ന ജനസംഖ്യയും ഈ ഒരു ബംഗ്ലാദേശിൻ്റെ പ്രത്യേകതയാണ്. വിസ്തൃതിയിൽ 100ാം സ്ഥാനമാണെങ്കിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ 7ാമതാണ് ബംഗ്ലാദേശിൻ്റെ സ്ഥാനം. പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ അസ്ഥിരതയും അടിക്കടി ഉണ്ടാകുന്ന ചുഴലി കൊടുങ്കാറ്റുകളും പിന്നെ കടലാക്രമണവും ഈ ചെറു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയടക്ക് തകിടമറിക്കലുണ്ട്. ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാണ് ഈ ബംഗ്ലാദേശ്. ഞാൻ ഇതിലേക്ക് കയറി വരുമ്പോൾ ഒരു പ്രതിമ ഉണ്ടല്ലേ, അതാണ് റോയൽ ബംഗാൾ കടുവ. ബംഗ്ലാദേശിൻ്റെ ദേശീയ മൃഗാണത്. ഇവിടുത്തെ പ്രധാന നദികൾ പത്മ, ജമുന, മേഘ്ന എന്നീ നദികളാണ്. പിന്നെ ഗംഗ, ബ്രഹ്മപുത്ര നദികളുണ്ട്. അതിനെയാണ് ഇവിടെ പത്മ, ജമുന എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇന്നത്തെ കാലത്ത് സുഖിയന്മാരുണ്ടായിക്കാണ്. അതാ വലിയ ഫാൻ്റെ അതാ ലീഫ്, അതാ അന്നത്തെ ബൾബുകളുണ്ടോ? ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് ബുരിഗംഗ നദി. അതിൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് പനകളുണ്ട്, അതിന് പുറമെ നമ്മളെ തെങ്ങുകളുണ്ട്. മറ്റേ ഹാർമോണിയം പിയാനോ നമുക്ക് എന്തായാലും എടുക്കാൻ യോഗ അല്ല. അപ്പം അതിൻ്റെ അടുത്ത് ഫോട്ടോയിൽ എടുക്കാം. അപ്പം ഇനി പുറത്തേക്ക് കിടക്കാണ്. ഒരുപാട് സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങണം. അങ്ങ് ദൂരെ കണ്ടില്ല, അവിടെയാണ് നമ്മളെ ബുരിഗംഗ നദി. കണ്ടമാനം ജനങ്ങളുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ലീവായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അസർ നമസ്കാരത്തിൻ്റെ ബാങ്കിൻ്റെ ഇത് കേൾക്കുന്നുണ്ട് കുറച്ച് ദൂരത്തുനിന്ന്. അങ്ങ് ദൂരെ ആ കാണുന്നതാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന എൻട്രൻസ്. അതിലേ ഇങ്ങനെ വന്നിട്ട് അവിടുന്ന് വലതു ഭാഗത്തുകൂടി കയറിയിട്ട് ഇങ്ങനെ കഴിഞ്ഞ് ഇതിലൂടെ ഇങ്ങോട്ടേക്ക് എക്സിറ്റ് ചെയ്യുക. ഇവിടെ ഒരു കഫ്തീരിയ ഉണ്ട്. അപ്പോൾ ഇത് അവിടുന്ന് ഞാനൊരു ഐസ്ക്രീം വാങ്ങി കഴിച്ചിരിക്കുന്നതാണ്. രസമുണ്ട്. ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് കിടക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ
യൂറോപ്യന്മാരാണിത്. ഓരൊപ്പം ഈ ബംഗാളി പെണ്ണുങ്ങൾ സെൽഫി എടുക്കുകയാണ്. അവരെ കണ്ട സമയത്ത് ഇവർക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട് എന്ന് ഇവർക്ക് കണ്ടറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവരെന്നെ അങ്ങോട്ട് മുൻകൈ എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ വന്നതാണ് ഈ കുട്ടികളൊപ്പം ഉണ്ടല്ലേ. ഇതൊക്കെ ബംഗാളി കുട്ടികളാണ്, ബംഗ്ലാദേശ് കുട്ടികൾ. അപ്പോൾ ഇതാണ് പുറത്തേക്ക് കടക്കാനുള്ള കവാടം. അപ്പോൾ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് കടന്നിട്ടുണ്ട്. അവിടുത്തെ സെക്യൂരിറ്റിയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.